എൻ്റെ ട്രിപ്പ് പോകാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് പോത്തുപോലെ കിടന്നുറങ്ങിയ എൻ്റെ ഭാര്യയുടെ കഥയാണ്. കേന്ദ്രമായിട്ടുള്ള എൻ്റെ ബന്ധം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ട്രെയിൻ ഒരല്പം താമസിപ്പിച്ചു കേട്ടോ. വീട്ടിലുള്ള എല്ലാ ഗേൾസും കൂടെ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഞാൻ എന്തായാലും ക്യാമറ താണ്ട അവളുടെ കയ്യിൽ കൊടുത്ത് കൈ ഒഴിഞ്ഞു കേട്ടോ. അമ്പടാ, ട്രിവാൻഡ്രത്തി ഈ വരുന്ന എന്റെ നാത്തൂനാണേ. അങ്ങനെ ഞങ്ങൾ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഇനി ഒരു ചായ കുടിച്ചിട്ടാവാൻ ബാക്കിയല്ലാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു അങ്കിളിൽ നിന്ന് ചായ വെക്കുന്നു. ഡയറ്റ് അങ്കിളുടെ ഒരു ചായയും കടിയും കഴിക്കാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ ഭഗവാനെയും കണ്ട് തിരിച്ചിറങ്ങി. ഏകദേശം എല്ലാവരും തലയിറങ്ങി വീഴുന്ന ഒരു മട്ടിലായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. സുജിതയ്ക്ക് മാത്രം 2 പൂരി, ഞങ്ങൾക്കെല്ലാം മസാല ദോശ. അതാണ് ഫുഡ്. ഫുഡ് കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെ ആയിരുന്നു. ഇനി നമ്മൾ സിനിമയ്ക്ക് പോവാ. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ സിനിമ കാണാൻ വേണ്ടി പോയി. തുടങ്ങിയപ്പോൾ നല്ല ജോളിയായിരുന്നെങ്കിലും സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലായി. പിന്നെ സങ്കടം മാറാൻ വേണ്ടി അടുത്തുള്ള ഹോട്ടലിൽ കയറി കണ്ടത് എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്ത് വാരി വലിച്ച് കഴിച്ചു. അപ്പൊ കാണാടാ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കുനാഫ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കുനാഫ? ബക്കറ്റ് ലിസ്റ്റിലെ ലാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള മഹാബോളിയും കൂടെ വാങ്ങിച്ച് ഒരു മരത്തിന്റെ ഷോട്ടിൽ പോയിരുന്ന് അതിനകത്തൊരു പായസം ഒഴിച്ച് കഴിച്ച് തിരിച്ച് കൊല്ലത്തേക്ക്.